വയനാട്ടിൽ ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് സർക്കാർ അനുമതി ഇല്ലാതെ മെൻസ്ട്രൽ ഹെൽത്ത് കിറ്റ് അതിന്റെ പരീക്ഷണ നീക്കത്തിൽ അതിൽ പട്ടികവർഗ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആരോഗ്യ പരീക്ഷണത്തിനെത്തിയ അമേരിക്കൻ ആസ്ഥാനമായ ബയോമെഡിക്കൽ ഏജൻസിയെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് മന്ത്രി OR കേളു തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം 24 അത് പറയുകയും ചെയ്തു. പട്ടികവർഗ വകുപ്പിന്റെ എതിർപ്പ് മറികടന്നാണ് തവിഞ്ഞാൽ പഞ്ചായത്ത് സംഘം ഉന്നതിയിലെത്തുകയും ചെയ്തത്. അപ്പോൾ അതൊരു 24 ഇമ്പാക്ട് ആണ്. നമുക്ക് ആദ്യം മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് പോകാം. സർക്കാർ അനുമതി ഇല്ലാതെ നമുക്ക് അത്തരം കാര്യങ്ങൾക്ക് പരീക്ഷണത്തിന് വിധേയമാകാൻ സാധിക്കില്ല എന്ന് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിലെ TDO പിന്നെ അവർക്ക് അറിയിപ്പ് കൊടുത്തിരുന്നു. പക്ഷെ അത് വകവെക്കാതെയാണ് അത്തരം ഏജൻസികൾ ഈ ഒരു പരീക്ഷണമായി അവിടെ ട്രൈബൽ ഉന്നതിയിലെ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇപ്പോഴും പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വകുപ്പ് തലത്തിലുള്ള ഒരു അന്വേഷണം ആദ്യം നമ്മൾ നടത്തും. അവരുടെ അമേരിക്ക ഏജൻസി എന്ന് പറയുന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയും കൂടി വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അതുകൂടി അന്വേഷിക്കും. ശരി, വിശദാംശങ്ങളുമായി ചേരുന്നത് വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പതാണ്. സുർജിത്, വെരി 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 ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ കൊണ്ടുവന്ന ഒരു വാർത്ത, അതിലൊരു നടപടി, ഒരു ഇമ്പാക്ട് ആയിരിക്കുന്നു. പക്ഷേ ഈ അമേരിക്കൻ ഏജൻസി ഏതാണ്, എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? ഇക്കാര്യങ്ങളെല്ലാം വിശദമായ ഒരു അന്വേഷണം നടത്തുമെന്ന് തന്നെയല്ലേ മന്ത്രി ഇന്നലെ നമ്മളോട് പറഞ്ഞത്? തീർച്ചയായും SKN വിജയകുമാർ, ക്രിസ്റ്റീന, ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് നിലവിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വനിതാ ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർക്കും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കുമാണ് ഇതുമായി ബന്ധപ്പെട്ട ചുമതല മന്ത്രി വീണ ജോർജ് നൽകിയിരിക്കുന്നത്. ഇവിടെ DMO തലത്തിൽ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണം നടക്കുന്നത്. ഇതിനിടയിലാണ് ട്രൈബൽ വകുപ്പും ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് തയ്യാറാകുന്നത്. മന്ത്രി OR കേളു തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി. ഈ ആരോഗ്യ പരീക്ഷണത്തിന് എത്തിയ ഈ അമേരിക്കൻ സംഘത്തെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് മന്ത്രി നൽകുന്നത്. ഇത് പട്ടികവർഗ വകുപ്പ് ഈ ഉന്നതിയിലെത്തുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ആ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ഈ സംഘം ഈ തവിഞ്ഞാൽ പഞ്ചായത്തിലെ അഗ്രഹാര ഉന്നതിയിലടക്കം എത്തിയത് എന്നുള്ളത് മന്ത്രി പറയുന്നുണ്ട്. സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഇത്തരം കാര്യങ്ങൾ നടത്തരുതെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എന്നിട്ട് പോലും അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. എന്തായാലും ഇത് എന്ത് തരത്തിലുള്ള പഠനമാണ് നടന്നതെന്ന് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടക്കേണ്ടത്. സ്വാഭാവികമായും അതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട ചിത്രം വ്യക്തമാകും എന്നുള്ളത് തന്നെയാണ് മന്ത്രി OR കേളു വ്യക്തമാക്കുന്നത്. ഈ ട്രൈബൽ വകുപ്പ് നേരിട്ട് തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അതേസമയം കോളേജിൻ്റേതായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു ആദ്യം ഈ സെമിനാർ നടത്തിയത്. ഇതിൻ്റെ തുടർച്ചയായാണ് ഉന്നതികളിൽ ഈ സംഘം എത്തിയത്. എഞ്ചിനീയറിംഗ് കോളേജിൻ്റേതായിട്ടുള്ള ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. ആ വിശദീകരണത്തിൽ അവർ പറയുന്നത് വിദ്യാർത്ഥികൾ ഇത് പോസിറ്റീവായി എടുത്ത പ്രൊജക്റ്റാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ സാഹചര്യ പഠനം മാത്രമാണ് നടത്തിയത്. എന്ത് സാഹചര്യ പഠനം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്തിനെക്കുറിച്ചുള്ള പഠനമാണെന്നുള്ള കാര്യത്തിൽ അവർ വിശദീകരിക്കുന്നില്ല. ഗോത്ര വിഭാഗക്കാർക്ക് റിങ് നൽകിയിട്ടില്ല എന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ താല്പര്യം പ്രകടിപ്പിച്ച വിദ്യാർത്ഥിനികൾക്ക് മാത്രമാണ് റിങ് നൽകിയിട്ടുള്ളത്. ഡാറ്റ ശേഖരിക്കാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല. പഠനം നടത്തിയത് കമ്പനിയല്ല, US ഒരു സർവകലാശാലയാണ്. അമേരിക്കയിലെ PC റോസി ഓഫ് അപ്ലൈഡ് സയൻസിലെ പ്രൊഫസർ ധ്രുവ് ശേഷാദ്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കാൻ എത്തിയത്. ഈ സ്മാർട്ട് വാച്ച് പോലുള്ള ഹെൽത്ത് മോണിറ്ററിങ്ങിന് ഉപയോഗിക്കുന്ന അൾട്രാ ഹ്യൂമൻ റിങ് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ വിശദീകരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ റിങ് നൽകി എന്നുള്ള യാഥാർത്ഥ്യം ഇവർ ഈ കോളേജ് അധികൃതർ അംഗീകരിക്കുന്നുണ്ട്. ഈ റിങ്ങിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, അത് തന്നെയാണ് നമ്മളും ചോദിക്കുന്നത്, അല്ലെങ്കിൽ അന്വേഷിക്കുന്നത് അത് തന്നെയാണ് ആരോഗ്യവകുപ്പും ഒപ്പം തന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റും അന്വേഷിക്കുന്നത്. ഈ റിങ്ങുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഈ റിങ് വിദ്യാർത്ഥികൾക്ക് നൽകിയത്, അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഇത് ഈ ആർത്തവ സംബന്ധമായ ആർത്തവ ചക്രത്തെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഡാറ്റ അനലൈസിങ് തന്നെയായിരുന്നു ഈ അമേരിക്കൻ സ്ഥാപനത്തിൻ്റെ സംഘത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് തന്നെയാണ്. ശേഷാദ്രി ലാബ് എന്ന് പറയുന്ന ലാബാണ് ഇത് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ റിങ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ട്. ഈ ഉന്നതിയിൽ നൽകിയിട്ടുള്ളത് ഈ മൈസൂർ നൽകിയത്. VPS ലാക് ഷോർ പ്രസൻസ് SKN40 തുടരുകയാണ്.